കുറേയായി ബ്ലോഗും ഓൺ വോയിസും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു അമ്പലയാത്രയോട് കൂടി അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. വൈശാഖ മാസത്തെ ഗുരുവായൂർ ദർശനത്തിനെ കുറിച്ച് അമ്മ കുറച്ച് ദിവസങ്ങളായി പറയാൻ തുടങ്ങിയിട്ട്, എന്നാൽ പിന്നെ ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി പുറപ്പെട്ടതാണ് കേട്ടോ. ആക്ച്വലി അമ്മയും അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി പോകാൻ വേണ്ടി ഓൾറെഡി പ്ലാൻ ഇട്ടതായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും കൂടെ ഇടിച്ചു കയറിയതാണ്. ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ല, താമസിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ റൂമും കിട്ടിയിട്ടില്ല. എന്നാലും ഭഗവാനെ പോയി ഒന്ന് കണ്ടു തൊഴണം എന്നുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും ഇറങ്ങിയതാണ്. നമ്മളെല്ലാവരും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ട്രെയിനും വന്ന് ഇനിയിപ്പോൾ ട്രെയിനിലോട്ട് ചാടിക്കയറാം. ഇത് സ്ട്രെയിറ്റ് ഗുരുവായൂരോട്ട് പോകുന്ന ട്രെയിനാണ്. സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നന്നായി ചീറ്റിപ്പോയി. കാല് വയ്യാത്തതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അച്ഛനൊരു സീറ്റ് ഒപ്പിച്ചു കൊടുത്തു. കണ്ടില്ലേ, നല്ല അടിപൊളി തിരക്കാണ്. നിന്ന് കാലൊടിയാനായപ്പോഴത്തേക്കിനും തഥാസ്തു എന്ന് പറഞ്ഞിട്ട് തറയിലോട്ട് ഇരിപ്പായി എല്ലാവരും. സംഭവം അത്ര കംഫർട്ടബിൾ ഒന്നും അല്ലെങ്കിലും അമ്മയുടെ കൂടെ ഉള്ളൊരു അമ്പല ദർശനം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തറയിലെങ്കിൽ തറയിൽ, എന്നാലും കുഴപ്പമില്ല. വളരെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ട്രാവൽ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് തിന്നാനൊന്നും കരുതിയില്ല എന്നത് മാത്രമായിരുന്നു എൻ്റെ ആകെ ഒരു സങ്കടം. എറണാകുളം ആയപ്പോഴത്തേക്കിനും സീറ്റ് കിട്ടിയിട്ടോ. കണ്ടില്ലേ, 2 പ്രണയ ജോഡിയായിട്ടിരിക്കുന്നത്. അത്രയ്ക്കങ്ങ് സുഖിക്കേണ്ടെന്ന് കരുതിയതാവും ഞാൻ. അങ്കമാലി എത്തിയപ്പോഴത്തേക്കും എനിക്ക് അവരോട് ഇരിക്കാൻ സീറ്റ് കിട്ടി. കൂട്ടത്തിലൊരു വാട്ട കാപ്പിയും. വയറ് കേടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ഭഗവാനെ. ഇവിടെ ഒരാൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് റീൽസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സെൽഫായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ഈ പറയുന്ന പോലെ അറിയാതെ അമ്മ സ്ക്രോൾ ചെയ്യുന്ന ഓരോ വീഡിയോയും എത്തി നോക്കി കഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പാവം എൻ്റെ അച്ഛൻ. ഒരെണ്ണെടുത്ത് കാതിൽ വെച്ച് കൊടുത്തൂടെ, ഇങ്ങനെ സെൽഫിഷ് ആവരുതെന്ന് ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഉപദേശം ഭയങ്കരമാണേ. തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉറങ്ങാൻ വേണ്ടി കോട്ടുവായി ഇട്ട് കഷ്ടപ്പെടുന്ന ഞാൻ ഇനി എന്തുറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഗുരുവായൂരെത്തില്ലേ. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഉള്ളതാണ്, സ്ഥലം അടുക്കാറാകുമ്പോഴത്തേക്കിനും എങ്ങും നിന്നില്ലാത്ത ഒരുറക്കം. ആഹാ, ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ഉറക്കത്തിൽ എന്ത് നിഷ്കളങ്ക മുഖമാണ് എൻ്റെ അമ്മയ്ക്ക്. അമ്മയെ ഒന്നുകൂടി പുകഴ്ത്താമെന്ന് കരുതി വാക്കുകൾ തപ്പിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കിനും ഗുരുവായൂരെത്തി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. സമയം ഇപ്പോൾ വെളുപ്പിന് 2:30 ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലോട്ടാണ് കേട്ടോ. ഈ വെളുപ്പാങ്കാലം ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഉഫ്, എന്താ പറയുക, എന്താ ഒരു പോസിറ്റീവ് എനർജി. നമുക്ക് അമ്പലത്തിന് അടുത്ത് തന്നെ ഒരു റൂം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചാർജ് ഓഫ് ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വെളുപ്പിന് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി അമ്പലത്തോട്ട് പോകുന്ന എന്നോട് ഞാൻ തന്നെ, കൊള്ളാം, സുന്ദരിയാണല്ലേ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്. പുള്ളിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ശീലമായതുകൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എവിടെ നിന്നോ കിട്ടുന്ന ഒരു ധൈര്യം. ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് മഹാദേവൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. നല്ലൊരു ക്ഷേത്രമാണ്. ദർശനം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരുന്നു. ഭയങ്കര തിരക്കാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ ക്യൂവിൽ കയറി നിന്നാലേ ഉച്ചയാകുമ്പോഴെങ്കിലും ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശരവണഭവനിലോട്ടാണ് പോയത്. മസാല ദോശ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്നേ അല്ലാതെ ഇത് ഫുള്ള് കഴിക്കാൻ പറ്റുമെന്നൊന്നും എന്നെയും കൊണ്ട് തോന്നുന്നില്ല. ഇത്രയും നേരത്തെ ഫുഡ് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. ക്യൂവിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ അവിടെ കിടന്ന് വിശക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് ഫുൾ അടിച്ച് കയറ്റിക്കോ എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എനിക്ക് അടുത്തുനിന്ന്. അപ്പം നമ്മൾ ഇത് അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപാര തിരക്കാണ്. കണ്ണനെ എപ്പോൾ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു പിടിയുമില്ല. ഫോൺ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോസ് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള തിടുക്കത്തിലായിരുന്നു കേട്ടോ ഞാൻ. ഈ തിരക്കിൽ ക്യൂവിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ ദർശനം കിട്ടി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണയില്ല. ഇനി ഇറങ്ങുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ആംബിയർ ഉണ്ടാവുമെന്ന് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ധൃതി വെച്ച് ഞാൻ വീഡിയോസൊക്കെ കവർ ചെയ്തത്. പറഞ്ഞതുപോലെ തന്നെ നീണ്ട 5.5 മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ ഭഗവാനെ ഒരു നോക്ക് കണ്ട് തൊഴുതിറങ്ങിയപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറയാൻ വാക്കുകളില്ല. എനിക്കൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു തിരക്കിൽപ്പെട്ട് നട അടയ്ക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ എന്നാ കാണാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ ഒരു മിന്നായം പോലെ കണ്ടു തൊഴാൻ പറ്റിയൊരു സന്തോഷത്തിൽ ഞങ്ങൾ ഇറങ്ങി. കൃഷ്ണ, ഹാപ്പി ആയിട്ടോ?